നമസ്കാരം. നിതീഷിനെ മുൻനിർത്തിയുണ്ടാക്കിയ ബീഹാർ മഹാസഖ്യം നിതീഷ് തന്നെ നിലം പറ്റിച്ചു. ലാലുവിനെ വില്ലനാക്കിയാണ് നിതീഷ് നിലപാട് മാറ്റിയത്. മോദിയെ കണ്ടുകൂടാത്ത നിതീഷിന് നിലനിൽപ്പിനായി മോദിയുടെ സവിധത്തിൽ എത്തേണ്ടിയും വന്നു. ലാലുവിന് ഇനി CBI അടക്കം കേന്ദ്ര ഏജൻസികളുടെ പുലിവാല് പിടിക്കാൻ മാത്രമായി നേരം. നിതീഷ് അവസരവാദി എന്ന മറുപടിയിലൂടെ രാഹുലും വിഹ്വലത വ്യക്തമാക്കി. അതോടെ അവസാനിച്ചു 2015 ഇന്ത്യക്ക് ബദലാകുമെന്ന് കരുതി തുടങ്ങിയ മഹാസഖ്യത്തിന്റെ ആയുസ്. ബീഹാർ പ്രതിസന്ധി കേരളത്തിലും പ്രതിഫലിച്ചു. നിതീഷിനെ ഉപേക്ഷിച്ചെന്ന് MP വീരേന്ദ്രകുമാർ വ്യക്തമാക്കി. ശരദ് യാദവിനൊപ്പം നിന്ന് നിതീഷിനെ നിരായുധനാക്കാം എന്ന വലിയ സ്വപ്നമൊന്നും വീരേന്ദ്രകുമാർ കാണുന്നില്ല. എന്നാലും ശ്രമിക്കും. വാതിൽ തുറന്ന് വീരേന്ദ്രകുമാറും കൂട്ടരും പോകില്ലെന്ന് UDF-ഉം വാതിലടച്ചിട്ടില്ലെന്ന് LDF-ഉം വ്യക്തമാക്കുന്നതാണ് ബീഹാർ നൽകുന്ന കേരള ചിത്രം. മോദിയെ നേരിടാൻ മഹാസഖ്യമെന്ന ബദൽ രാഷ്ട്രീയത്തിന്റെ നടുവൊടിച്ചോ നിതീഷ് കുമാർ എന്ന വിമർശനം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ബീഹാർ സഖ്യം പൊളിച്ചതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ കറുത്ത കരങ്ങളോ? 2. അഴിമതി വിരുദ്ധത അവസരമാക്കി മറുകണ്ഠം ചാടുന്നതിൽ നിതീഷ് വിജയിച്ചോ? 3. നിതീഷിന്റെ നിറമാറ്റം നേരത്തെ അറിയുന്നതിൽ ലാലുവും പരാജയപ്പെട്ടോ? 4. കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ലാലുവിനെ വീഴ്ത്താൻ നോക്കുന്നത് ദേശീയ തലത്തിലെ മഹാസഖ്യം തള്ളാനോ? 5. ബീഹാർ പ്രതിസന്ധി എന്തു പ്രതികരണമാണ് കേരള ഘടകം JDU-വിൽ സൃഷ്ടിക്കാൻ പോകുന്നത്? 6. നിതീഷിന്റെ ചുവടുമാറ്റം JDU-വിനെ സംബന്ധിച്ച് മുന്നണി മാറ്റത്തിനുള്ള സാഹചര്യമൊരുക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം. നിതീഷ് കാട്ടിയത് നെറുകേടോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് P. കരുണാകരൻ MP, കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് MP, BJP വക്താവ് JR പത്മകുമാർ, JDU നേതാവ് വർഗീസ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ സന്തോഷ് ജോയ് എന്നിവ.